ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ചൂട്. സീവീഡ് ഫെർട്ടിലൈസർ ആൻഡ് ഡാപ്പ് ഫെർട്ടിലൈസർ, ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് രണ്ടും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് രണ്ടും. അപ്പോൾ നമ്മുടെ പ്ലാന്റിന് ഇത് 100% റിസൾട്ട് നൽകുന്നുണ്ടോ? അതായത് ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ് ഇതിൽ നൽകുന്നത്. അല്ലാതെ ഇത് രണ്ട് ഫെർട്ടിലൈസറിലും ഏതെങ്കിലും ഒന്ന് കൊള്ളില്ല എന്നുള്ള അല്ല ഞാൻ ഇതിൽ പ്രസ്താവിക്കുന്നത്. ഡാപ്പ് ഫെർട്ടിലൈസർ, ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഫെമിലിയർ ആണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് 500 ഗ്രാമിന് 120 രൂപയ്ക്കാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് നമ്മൾ അതായത് ഓർക്കിഡിന് മാത്രമല്ല, എല്ലാ പ്ലാന്റ്സിനും, മണ്ണിൽ നടുന്ന എല്ലാ പ്ലാന്റ്സിനൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. സീവീഡ് ഫെർട്ടിലൈസർ, ഇതും ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ്. ഇതിന്റെ നെറ്റ് വെയിറ്റ് അവർ കൊടുത്തിരിക്കുന്നത് 250 ml ആണ്. റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സിറ്റിയിലല്ലാത്തതുകൊണ്ട് എനിക്ക് അടുത്തുള്ള കടയിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ ഓൺലൈനിലാണ് ഇത് വാങ്ങിച്ചത്. അതിൽ എനിക്ക് 275 രൂപക്കാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ഇപ്പോൾ സീവീഡിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സീവീഡ് ഫെർട്ടിലൈസർ ഓർക്കിഡിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു തമ്പനയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇത് എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നു, ഇതെങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ അളവുകൾ എല്ലാം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഈ രണ്ട് ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പ്രൂഫ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, ജസ്റ്റ് അവയർനെസ് മാത്രമാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. 2 ഗ്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫെർട്ടിലൈസർ. ഒരേ അളവിലാണ് നമ്മൾ 2 ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. ഈ സ്പൂൺ അളവിലാണ് നമ്മൾ 2 ഫെർട്ടിലൈസറും ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു സ്പൂൺ നിറച്ച് ഞാൻ ഡാപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് നിറച്ചിട്ട് കൊടുക്കുവാണേ. എല്ലാവർക്കും അറിയാം, ഡാപ്പ് കലങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡാപ്പ് ഇട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് കലക്കി നോക്കാം. എന്തോരം കലങ്ങുമെന്ന് നോക്കാം നമുക്ക്. നമ്മുടെ ഡാപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ സീവീഡ് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 1 സ്പൂൺ നിറച്ച് ഞാൻ സീവീഡ് ഫെർട്ടിലൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ പോവുകയാണേ. ഞാൻ ഡാപ്പും സീവീഡും ഓരോരോ ഗ്ലാസ്സുകളിൽ കലക്കി വെച്ച് കഴിഞ്ഞു. കണ്ടോ, രണ്ടിൻ്റെയും വ്യത്യാസം കണ്ടോ? നിറങ്ങളിൽ തന്നെയുള്ള വ്യത്യാസം കണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫെർട്ടിലൈസറാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ വ്യത്യാസവും കൂടി നോക്കാൻ പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ഇത് നമ്മുടെ ഡാപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്താണ്. രണ്ടാമത്തെ കാണിച്ചു തരാൻ പോവുകയാണേ. കണ്ടോ, ഇതിൽ തരിതരി പോലെ നിൽക്കുന്നത് കണ്ടോ? അതായത് ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഡാപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഫെർട്ടിലൈസറാണ്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഡാപ്പിൽ അതിൽ മായം കലർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ ഇതുപോലെ വേസ്റ്റ് ഒക്കെ വന്നേക്കുന്നത്. കാണുന്നുണ്ടോ? വേസ്റ്റ് വന്നേക്കുന്നത് കാണുന്നുണ്ടോ? കണ്ടോ, വേസ്റ്റ് വന്നേക്കുന്നത് കണ്ടോ? അപ്പോൾ ഡാപ്പിൽ മായം ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡാപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല ഫെർട്ടിലൈസറാണ്. അപ്പം നമ്മളത് ഉപയോഗിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കാണിക്കുന്നത് സീവീഡ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ. കണ്ടോളൂ. കേട്ടോ, ഇതിൻ്റെ അടിയിൽ ഒരഴുക്കോ കരടോ ഒന്നുമില്ല കേട്ടോ. കണ്ടോ, ക്ലീനാണ്. അതായത് നമ്മുടെ സീവീഡ് ഫെർട്ടിലൈസർ നന്നായിട്ട് വാട്ടറിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയാനായിട്ട് ഇത് മായം ചേർന്ന ഫെർട്ടിലൈസർ അല്ല, നല്ല ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപയോഗിച്ചാലും മതിയാവും. വില കൂടുതലാണെങ്കിലും കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും നമ്മുടെ പ്ലാന്റിന്. അത് കുറച്ച് ഉപയോഗിച്ചിട്ട് മായം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒറിജിനൽ വളമായിരിക്കുമല്ലോ നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യത്തിന് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന വളമാണ്. അതായത് 100% നമ്മുടെ പ്ലാന്റിനൊക്കെ റിസൾട്ട് നൽകുന്ന ഒരു ഫെർട്ടിലൈസറാണ് സീവീഡ് ഫെർട്ടിലൈസർ. രണ്ട് ഫെർട്ടിലൈസേഴ്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ അല്ലേ? ഡാപ്പ് ഒരു കാരണവശാലും ഒരു മോശം വളമാണെന്നുള്ളതല്ല ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡാപ്പിൽ മായം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു അവയർനെസ് നൽകാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു.